പലപ്പോഴും എന്താ എങ്ങനെയെന്നൊന്നും എനിക്ക് അറിയണില്ല, എന്നെ അട്രാക്ട് ചെയ്തൊരു ബിൽഡിംഗ് ഉണ്ട്. എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി ഈ ബിൽഡിങ്ങിനുണ്ട്. ഈ ഒരു ഏരിയ ലിവിംഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ കാണണം. തൃശ്ശൂരിന്റെ കൾച്ചർ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ, കാരണം തൃശ്ശൂര് കുറച്ചുകൂടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു കൾച്ചർ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ എല്ലാ സമുദായത്തിലുള്ള ആളുകളും ഒരേപോലെ വളരെ ഹാർമണിയോടുകൂടി ജീവിക്കുന്ന ഒരു പ്ലേസ് ആണ് തൃശ്ശൂര്. ഇതാണ് ഞങ്ങളുടെ ജിം. ഞങ്ങൾ ആക്ച്വലി ഹെൽത്ത് ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാർഡിയോ പോലുള്ള എക്സസൈസ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ്. എല്ലാം ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരാളെ സംബന്ധിച്ച് ഒരു പുറത്തൊരു ജിമ്മിൽ പോകണ്ട, ഇൻസൈഡിൽ തന്നെ മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ്. അത് നേരെ കാണുന്നത് പ്ലേ ഏരിയ ആണ്. അതിനോടൊപ്പം തന്നെ പേരൻസിന് ഇരിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേരൻസിന് സൈഡിൽ നിന്ന് ഇരുന്ന് നോക്കാൻ പറ്റും. ഈ പ്രൊജക്ട് ആക്ച്വലി സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ ആണ്. അതായത് ഈ പ്രൊജക്റ്റിൽ താമസിക്കുന്ന കസ്റ്റമേഴ്സ് ഒരാൾക്ക് പോലും ഇൻഡിവിജ്വൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുന്നാണ് ഗ്യാസ് കണക്ഷൻ. ഇതൊരു ഗ്യാസ് ചേംബർ ആണ്. ഇവിടുന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ അപ്പാർട്ട്മെന്റിന്റെ ഇൻസൈഡിലേക്ക് പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ട്. നമുക്ക് അത് യൂസ് ചെയ്താൽ മതി. അപ്പൊ മന്ത്ലി അവർക്കൊരു ബില്ല് വരും. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഈ കാഴ്ചയാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഇതൊരു റൂഫ് ടോപ്പിൽ ഒരു പാർട്ടി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താനായിട്ടുള്ള ഒരു സ്പേസ്. ഇവിടെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാം, നിലത്തിരിക്കാം. അത്രയും നീറ്റ് ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംതിങ് സ്പെഷ്യലി എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിന് ഷൊർണൂർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു റോഡാണ്. അപ്പൊ ഇതുവഴി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്നെ പലപ്പോഴും എന്താ എങ്ങനെയെന്നൊന്നും എനിക്ക് അറിയണില്ല, എന്നെ അട്രാക്ട് ചെയ്തൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ അന്നൊന്നും ഞാൻ ആദ്യം കാണുമ്പോൾ ഇതുവഴി പോകുമ്പോൾ ഒന്നും ഇതിന്റെ പേരൊന്നും വെച്ചിട്ടില്ല, ബിൽഡേഴ്സിന്റെ പേരൊന്നും വെച്ചിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഒരു ഫാക്ടേഴ്സ് ഈ ബിൽഡിംഗ് എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പിന്നീട് ഈ അടുത്ത കാലത്ത് പോകുമ്പോഴാണ് ഞാൻ ഇതിന്റെ പേര് നവേര ബിൽഡേഴ്സ് എന്നുള്ള പേര് ഇവർ വെച്ചതും ഞാൻ കണ്ടു. അതും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് നവേര. അപ്പൊ എന്താണോ ഈ ബിൽഡിങ്ങിന് ഇത്ര പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈ ബിൽഡിംഗ് എന്നെ അട്രാക്ട് ചെയ്യണേ, എന്തോ എനിക്കൊരു സ്പെഷ്യൽ ഒരു ഇത് തോന്നും എപ്പോഴും ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് കുറച്ച് നാൾക്ക് മുമ്പേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്, ഫാൽഗുണിയിലെ കളക്ഷൻസ്, തൃശ്ശൂർ ഫാൽഗുണി അല്ലെ ഞാൻ എപ്പോഴും ഇടുന്ന, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം പോലും ഞാൻ ഫാൽഗുണിയിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഈ ഫാൽഗുണിയും നവേരയും ഇത് രണ്ടും ഒരൊറ്റ പാരന്റിന്റെ ബേബീസ് ആണ് ഞാൻ പിന്നീടാണ് അറിയണത്. അത് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു മൊമെന്റ് ഉണ്ട്. കാരണം ഞാൻ അറിയാതെ എന്നെ അട്രാക്ട് ചെയ്ത നവേര, ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ട ഫൽഗുണിയും, ഇത് രണ്ടും ഒരൊറ്റ കപ്പിളിന്റെയാണ്, രാഹുലും രശ്മിയുടെയും ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ മൊമെന്റ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ബിൽഡിംഗ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക, എന്തൊക്കെയോ ഒരു എക്സ്ക്ലൂസിവിറ്റി ഈ ബിൽഡിങ്ങിനുണ്ടോ എന്ന് തന്നെ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചു. ഈ ബിൽഡിങ്ങിന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം. വരും, നമുക്ക് ആദ്യം ഈ ബിൽഡിംഗ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. വരും. ഹലോ, ഹായ്. യെസ്, ഇതാണ് നമ്മുടെ രാഹുൽ. യെസ്,
രശ്മി. രശ്മിനെ പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെ ഫാൽഗുണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ രശ്മിയുടെ കൂടെ ഫുൾ ഓൺ സ്വിംഗില്. ഞാൻ ഇവരെ ഒറ്റയ്ക്ക് ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് കണ്ടാലും ടച്ച്വുഡ് എപ്പോഴും ഇവർ ഒരുമിച്ച് ഹാപ്പി കപ്പിൾ. ഇവർ ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ എന്തായാലും രാഹുലിനെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. രശ്മിനെയാണല്ലോ എല്ലാവർക്കും എപ്പോഴും പരിചയം. അപ്പൊ രാഹുലിനെ എല്ലാവർക്കും വലിയ പരിചയമില്ല. അപ്പം രശ്മിയുടെ ഈ ഫാൽഗുനിയുടെ പിന്നിലും ഇവരുടെ തന്നെ ഈ നവേരയുടെ പിന്നിലുമുള്ള വേറൊരു ഫേസും കൂടെയാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ട രാഹുൽ. യെസ് രാഹുൽ, ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുള്ള പോലെ എന്നെ എങ്ങനെയൊക്കെയോ അട്രാക്ട് ചെയ്ത നവേര ഈ ഒരു ബിൽഡിങ്ങിന് എന്തൊക്കെയൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു യെസ് ചേച്ചി ഉണ്ട്, ദർ ആർ മെനി ഫാക്ടേഴ്സ് ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ തൃശ്ശൂരോ അല്ലെങ്കിൽ നമ്മൾ കൊച്ചിയിലേക്ക് എത്രയോ ഫ്ലാറ്റ്സ് കാണുന്നു, അതിൽ നിന്നെല്ലാം എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി ഈ ബിൽഡിങ്ങിനുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. ആദ്യം നമുക്ക് ഈ ലോബിയൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് എന്തൊരു ബ്യൂട്ടിഫുൾ ലോബിയാന്നറിയോ. സാധാരണ ചില പല ലെവൽ ഫ്ലാറ്റ്സ് നമ്മൾ കാണാറുണ്ട്. കുറെ കൂടെ ഭയങ്കര ഒരു ലക്ഷറി ലെവലിലുള്ളതുണ്ട്, സാധാരണ ബഡ്ജറ്റിലുള്ളതുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന നിങ്ങളോട് നിന്നോ നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് ഇപ്പം ആദ്യമായിട്ട് അവർ വരുമ്പോ തന്നെ ആ ഒരു നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ടല്ലോ ഫ്ലാറ്റിന്റെ, അത് വളരെ ചുരുക്കം ബിൽഡിങ്ങുകളാണ് എനിക്ക് അത്ര ഭംഗി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ചിലതൊക്കെ കുറച്ച് ഷെയ്ഡി ഡിഞ്ചി ആയിട്ടൊക്കെ നമുക്ക് ചിലതിൽ തോന്നാറുണ്ട്. പക്ഷെ നവേര സിഗ്നേച്ചർ ഇതിന്റെ ഈ ഒരു ഏരിയ ലിവിങ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ കാണണം. തൃശ്ശൂരിന്റെ കൾച്ചർ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ രശ്മിയുടെ ബാക്കിൽ തന്നെ കണ്ടോ, അതൊക്കെ കോൺഷ്യസ്ലി വെച്ചതാണോ രാഹുൽ? തീർച്ചയായിട്ടും. ഇത് തൃശ്ശൂർ പൂരം, ഇതെല്ലാം തൃശ്ശൂരിന്റെ കടുവാകളി, ഈ കാര്യങ്ങളെല്ലാം. അതിനിടയിൽ ഈ വെള്ളച്ചാട്ടം എന്താണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, പള്ളിയും കാര്യങ്ങളും എല്ലാം. കാരണം തൃശ്ശൂര് കുറച്ചുകൂടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നതോട് ആ ഒരു കൾച്ചർ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ എല്ലാ സമുദായത്തിലുള്ള ആളുകളും ഒരേപോലെ വളരെ ഹാർമണിയോടുകൂടി ജീവിക്കുന്ന ഒരു പ്ലേസ് ആണ് തൃശ്ശൂർ. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കോൺഷ്യസ്ലി അതുകൊണ്ട് തന്നെ വെച്ചൊരു പെയിന്റിംഗ് ആണ്. അപ്പൊ തൃശ്ശൂർ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനത്തെ ഒരു പെയിന്റിങ്ങും അവിടെ വെച്ചിട്ടുണ്ടാവുക. കഥകളിയും ആർട്ട് ഫോംസും ഒക്കെ, കലാമണ്ഡലം അങ്ങനെയുള്ള അതൊരു ആർട്ട് ഫോംസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ ആർട്ട് ഫോംസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള നടീനടന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പെയിന്റിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും ഈ ഒരു നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഈ ഒരു സ്പേസ് നോക്കി എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ലിറ്റപ്പ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ആ ഒരു ഭംഗി ഈ ഒരു സ്പേസിന് കൊടുക്കണം എന്നുള്ളത് കോൺഷ്യസ്ലി ചെയ്തതാണോ അതോ വേറൊരാളുടെ ആരുടെങ്കിലും സജഷൻസോ ഐഡിയ വല്ലായിരുന്നോ? അല്ല, ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നതാണ്. ഇതിന്റെ ഇനിഷ്യൽ ടൈമിൽ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ഇങ്ങനെ ആയിരുന്നില്ല. ഇത് വേറൊരു ടൈപ്പ് കുറച്ചുകൂടെ ചെറുതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും പേഴ്സണൽ താല്പര്യം എന്ന് പറയുന്നത് ഒരാൾ ആദ്യം ഒരു കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കസ്റ്റമർ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ലോബിയിലേക്കാണ്. അപ്പൊ ആ ലോബി കാണുമ്പോഴാണ് ശരിക്കും ലോബി കാണുമ്പോൾ തന്നെ അറിയാം ബിൽഡിംഗ് എങ്ങനെയാണ് ബിൽഡർ വിഷൻ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തില് കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണം, അതുപോലെ തന്നെ കൾച്ചറിനെ കീപ്പ് ചെയ്യുന്നതായിരിക്കണം, അതിന്റെ ഡിസൈൻ കോൺസെപ്റ്റ് ഇങ്ങനെ ആയിരിക്കണം, വളരെ മിനിമൽ ഡിസൈനിനകത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിഷ്യലി അത് പ്ലാനിലുണ്ടായിരുന്നു, അത് ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ എക്സിക്യൂട്ട് ചെയ്തേ ഉള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ഈ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അതായത് കുറെ പാനൽ വർക്കുകൾ ചെയ്യുന്നത്, കാരണം അത് ഒരു 5 years കഴിയുമ്പോൾ പിന്നീട് അത് മെയിൻ്റെനൻസ് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ വളരെ മിനിമൽ ആയിരിക്കണം, ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റണം. കാരണം ഇതൊരു കോമൺ ഏരിയ ആണ്, എപ്പോഴും ചിലപ്പോൾ ഒരു അസോസിയേഷൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരു വളരെ മിനിമൽ ഡിസൈനിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇങ്ങനെ ടേൺ ചെയ്ത് നിൽക്കാം. കാരണം നവേരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ സെന്ററിൽ പറയേണ്ടത്. ഓക്കെ, ഇനി നവേര ബേബിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നവേരയാണോ ഫൽഗുനിയാണോ ഫസ്റ്റ് ബേബി? ഫസ്റ്റ് ബേബി നവേരയാണ്. ഓക്കെ, നവേരയുടെ വേറൊരു സ്പെഷ്യാലിറ്റി ഇവിടെ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊന്നുള്ളത് ഈ ടൈലിന്റെ ഡിസൈനും കാര്യങ്ങളുമാണ്. അത്തൻകുടി സ്റ്റൈൽ ടൈലാണ്. ഇത് ഈ ഒരു ടൈൽ, ഈ ഒരു ഡിസൈൻ ഇത് വെക്കാൻ എന്തെങ്കിലും സാധാരണ നമ്മൾ എപ്പോഴും കാണുമ്പോൾ
വിട്രിഫൈഡ് ടൈൽസിന്റെ ഒരു പ്ലെയിൻ ആണ് സാധാരണ ഫ്ലാറ്റ്സുകളിൽ കാണുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ആത്തൻകുടി ടൈപ്പ് ഓഫ് ഡിസൈൻസ് വേണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എപ്പോഴും നമ്മുടെ നാട്ടിന്റെ എന്തെങ്കിലും കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ട്രഡീഷൻ ഫോംസ് എന്തെങ്കിലും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആവുമ്പോൾ ശരിക്കും ആസ് എ നവേര എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഞങ്ങൾ ഈ കാർബൺ എമിഷൻ കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ട് ഗുണം ചെയ്യുന്നത്. അപ്പൊ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത പരമാവധി കാർബൺ എമിഷൻ കുറയ്ക്കുന്ന മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്. അവരുടെ ബാക്കി പ്രൊജക്ട്സ് എല്ലാം ഈ പറയുന്ന പോലെ നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്ത് നോക്കിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ ഇപ്പൊ നടക്കുന്ന സസ്റ്റൈനബിൾ എല്ലാ പ്രൊജക്ട്, അതായത് ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് ആണ്. സെക്കൻഡ് പ്രൊജക്ട് ഓൺവേർഡ്സ് നമ്മൾ ആ ഒരു രീതിയിലാണ് ഈവൻ ബ്രിക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് പ്രൊജക്ട് ഓൺവേർഡ്സ്, അതായത് 2 പ്രൊജക്ടുകൾ ഒരു ഓൾമോസ്റ്റ് ഇതേ ടിപ്പിക്കൽ സ്റ്റൈൽ ഓഫ് പ്രൊജക്റ്റിലാണ് ചെയ്തു പോയിരുന്നത്. തേർഡ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് മുതൽ ഞങ്ങൾ ആദ്യത്തെ 2 പ്രൊജക്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഒരു വില്ല പ്രൊജക്ടാണ് ചെയ്തിരുന്നത്. മൂന്നാമത് ലോഞ്ച് ചെയ്ത പ്രൊജക്ട് മുതൽ എക്കോ സിംബയോട്ടിക് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഞങ്ങൾ പ്രൊജക്ടുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എക്കോ സിംബയോട്ടിക് എന്താണെന്ന് വെച്ചാല് ഒരു വ്യക്തി ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാനിന്റെ മെജോറിറ്റിയും ആ വീട്ടിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീടിന്റെ കൾച്ചർ അല്ലെ വീടിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഹെൽത്തിനെ ബാധിക്കാം. അപ്പോൾ ഹെൽത്തിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ വരെ ഒരു വീട് കാരണം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾ എക്കോ സിംബയോട്ടിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു അപ്പാർട്ട്മെന്റിലാണെങ്കിലും അത് വെർട്ടിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വില്ലാസ് പോലെ നമുക്ക് തോന്നണം. അതായത് ചെടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാർബൺ എമിഷൻ കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് കൂടുതലും നമ്മളൊരു ജീവിക്കുന്നത് ഒരു ഗ്രീനിന്റെ സെന്ററിലാണ്, ഒരു ഫുള്ളി ഗ്രീൻ വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിനാണ് അകത്താണെന്നൊരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്ടുകളാണ് ഇപ്പൊ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഫ്ലാറ്റിലാണെങ്കിലും ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംബിയൻസ് അതിന് ചുറ്റും ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺഷ്യസ് എഫർട്ട് നവേരയ്ക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നവേര സിഗ്നേച്ചറിൽ എനിക്ക് അത്രയും ഗ്രീൻ ഇത് പ്ലാന്റ്സ് ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല, നമ്മൾ ഹൈവേയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ വരുന്ന ബാക്കി പ്രൊജക്ട്സുകളിലൊക്കെ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രീസ് പ്ലാന്റ് ചെയ്യുക, ഔട്ട്ഡോർ ഒക്കെ അതനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതായത് ഒന്ന് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് വെക്കുന്നത് മാത്രമല്ല അതായത് ഒരു സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ പ്രാക്ടീസിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇപ്പൊ ഞങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് പരമാവധി ഹീറ്റ് എമിറ്റ് ചെയ്യാൻ, അതായത് ഹീറ്റിനെ പരമാവധി കുറയ്ക്കുന്ന മെറ്റീരിയൽസ് ആണ്, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ പേര് പോറോത്തം എന്നാണ്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ AC-യുടെ യൂസേജ് കുറയും, ഫാനിന്റെ യൂസേജ് കുറയും. അപ്പോൾ ഇത് ലോങ് ടൈമിലേക്ക് ഒരു ഹോം ബയറെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു രീതിയിലുള്ള എക്കണോമിക്കൽ സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കാരണം അൺനെസസറി ആയിട്ട് പേ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ചാർജസ് എല്ലാം നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. അതിനോടൊപ്പം ഈ എക്കോ സിംബയോട്ടിക് കോൺസെപ്റ്റിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പരമാവധി ഷെയ്ഡുകൾ. നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഷെയ്ഡുകൾ എപ്പോഴും പ്ലെയിൻ ആയിട്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഷെയ്ഡ്സിലെല്ലാം പ്ലാന്റ്സ് ഉണ്ടാവും. ഈ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് വിചാരിക്കുന്നത് ഞങ്ങൾ തന്നെ വെള്ളം ഒഴിക്കണം, ഞങ്ങൾ തന്നെ പരിപാലിക്കണം. അങ്ങനെയല്ല, ഇതെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു കസ്റ്റമർ ഇല്ല എങ്കിലും, ഒരു ക്ലയന്റ് അവരുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നില്ലെങ്കിലും അത് അതിനെ പരിപാലിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഓൾറെഡി അതിൽ ചെയ്തിട്ടുണ്ട്. പ്ലാനിങ്ങിൽ ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇനി മുതൽ വരുന്ന നവേരയുടെ ബാക്കി എല്ലാ പ്രൊജക്ടിലും നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു നവേരയുടെ ഒരു സിഗ്നേച്ചർ തന്നെയായി മാറും. ഈ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ, ബിൽഡിംഗ് കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ വായു സഞ്ചാരവും വെളിച്ചം എന്നുള്ളൊരു കാര്യമാണ് പ്രൈമറിലി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് മെച്ചപ്പെട്ട രീതിയിലുള്ള, അതിന് എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈവൻ ഞങ്ങളുടെ പുതിയ പ്രൊജക്ടുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. പുതിയ പ്രൊജക്ടുകളിലൊക്കെ കളർ കോമ്പിനേഷൻസ് കൊടുത്തിരിക്കുന്ന ഒരേ കളർ പാറ്റേൺ ആണ്. അതായത് അതിലും ഈ ഒരു യൂണിഫോമിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ അതിലും ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള കളർ പാറ്റേൺസ് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളുടെ മാത്രമേ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഈവൻ പെയിന്റ് യൂസ് ചെയ്യുന്നതിൽ പോലും ഞങ്ങൾ അതിൽ വരെ നിങ്ങളപ്പോ കോൺഷ്യസ്ലി സെലക്ട് ചെയ്യുന്നുണ്ടാവും ഓരോ കളേഴ്സ് തന്നെ.
വാവ്, ദാറ്റ്സ് നൈസ്. കാരണം ഇന്നിപ്പോ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്നതൊക്കെ പലരും ഫ്ലാറ്റ്സിലാണ്. അപ്പൊ നമ്മളൊരു ഫ്ലാറ്റിലേക്ക് എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലാറ്റിന്റെ ലോബി. ഞാൻ ആ ലോബി കണ്ടിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട് ഫ്ലാറ്റ്. കാരണം നല്ല ബിൽഡേഴ്സ് ആണ്, അവരുടെ ഇതാണെങ്കിൽ അത് ആ ലോബിയിൽ അത് എവിഡന്റ് ആണ് സംഭവം. ചിലത് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പേര്, ചിലയിടത്ത് സോഫ പോലും ഉണ്ടാവണമെന്നില്ല, ചിലർ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് എന്തെങ്കിലും ചെയ്യും. എന്തായാലും നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ പോണത്, ഇതാണ്. പക്ഷെ ഞാനൊക്കെ ആദ്യമേ ഞാൻ ഫ്ലാറ്റിലെ ടെനന്റ് ആയിട്ട് നിന്ന സമയത്ത് പോലും ഞാൻ ഇതൊക്കെയാണ് ഞങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. Attract ചെയ്യുന്നത്. ഈ ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ ആ ലിവിങ് സ്പേസ്, ആ ഒരു ലോബി നമ്മളെ ഇംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വിച്ച് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. ആ ഒരു ഫീലിൽ നിന്നുകൊണ്ടാണ്, കാരണം ഇന്നിപ്പോ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് സ്പെഷ്യൽ തന്നെയാണ്. തൃശ്ശൂരുകാർക്ക് ഒരു പക്ഷെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. Okay. ഇനി നിങ്ങളുടെ ഒരു ജേർണിയെ കുറിച്ച് ചോദിക്കട്ടെ. നമുക്ക് ഇരുന്ന് സംസാരിക്കണം. ഇരുന്ന് സംസാരിക്കാം. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞില്ല ഇതുവരെ. യെസ്, ഇനി ചോദിക്കട്ടെ രാഹുൽ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ തോന്നിയ ഒരു കാര്യം നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, രാഹുൽ ഇത് ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭം തുടങ്ങിയത് അറ്റ് ഏജ് ഓഫ് 28 ആണ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ഏർലി സ്റ്റേജിൽ ഇതെന്ന് പറയുന്ന ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊന്നുമില്ല, കോടികൾ റൺ ചെയ്യണ ബിസിനസ് സംഭവമാണ്. അപ്പൊ ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് ഒരു 28 ഇയേഴ്സ് ഉള്ള ദുബായില് ഒരു ഇന്റർനാഷണൽ ബാങ്കിങ്ങിൽ നല്ല റെപ്യൂട്ടഡ് റെസ്പെക്റ്റഡ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ അവിടെ നിന്ന് ആ ജോലി വിട്ടിട്ട് ഇത്രയും റിസ്ക് ഉള്ള ഒരു മേഖലയിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ കൂടെ എംടെക് കഴിഞ്ഞ രശ്മിയും ദുബായിൽ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നിങ്ങൾ രണ്ടുപേരും ഇത്രയ്ക്കും മന്ത്ലി എത്രയാന്ന് പറഞ്ഞാലും ബിസിനസിനെക്കാട്ടിലും ഒരു സേഫ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഇൻകം സൈഡാണ് നമ്മളൊരു എംപ്ലോയി ആയിട്ട് നിൽക്കുമ്പോൾ. എവറി മന്ത് മഴയാണെങ്കിലും ഫ്ലഡ് ആണെങ്കിലും നമുക്ക് ഇൻകം വന്നോളൂ. സോ നിങ്ങൾ ആ ഒരു നിങ്ങൾ ഒരുമിച്ച്, എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അറിവിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതിൽ തന്നെ നിങ്ങൾ അതെല്ലാം അവിടെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ലോകത്തേക്ക്, നിങ്ങൾക്ക് വലിയ പരിചയം ഒന്നുമില്ലാത്ത ഈ സാംസ്കാരിക നഗരത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു. ഭയങ്കരമായിട്ടും എനിക്ക് ചിന്തിച്ചിട്ടും എനിക്ക് അതിന്റെ ഒരു ക്ലിയർ ആൻസർ പറഞ്ഞു തരൂ രാഹുൽ. ഓക്കെ, ബേസിക്കലി വീടെന്ന് പറയുന്നത് എനിക്കൊരു ഇമോഷണൽ ടച്ച് ആണ്. വീട് ആക്ച്വലി ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വീടെന്ന് പറഞ്ഞാൽ, ഞാൻ ഗൾഫിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്നതിന്റെ 90% ആളുകളുടെയും എയിം ഒന്നേ ഉള്ളൂ, നാട്ടിൽ നല്ലൊരു വീട് വെക്കണം, സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ, കാരണം നമ്മളുടെ സമൂഹത്തില് കൊടുക്കുന്നത് ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആക്ച്വലി വീട് എന്ന് പറയുന്നതിന്റെ വലിപ്പത്തിലല്ല, വീട് ആക്ച്വലി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോഴാണ് അത് സ്റ്റാറ്റസ് സിമ്പിളായി മാറിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകുന്ന ഭൂരിപക്ഷം ആളുകളും അവിടെ തൊഴിൽ തേടി പോകുന്നതിന്റെ റീസൺ നാട്ടിൽ വീട് വെക്കാനാണ്. അപ്പൊ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അതൊന്ന്. രണ്ട്, ഇമോഷണലി വളരെ കണക്റ്റഡ് ആണ്. ബാങ്കിങ്ങിൽ നിന്നുകൊണ്ട് ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലും നടക്കുന്നത് എന്താണെന്നും എങ്ങനെയാണ് അതിന്റെ ബിസിനസ് ഫോർമേഷൻ നടക്കുന്നതെന്നും എങ്ങനെയാണ് ബിസിനസ് ഫോർമാറ്റ് എന്നും ഒക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു, എല്ലാ മനുഷ്യന്റെയും ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ, അത് ചിലപ്പോൾ ഒരു യങ് ഏജിൽ ചിലപ്പോൾ അത് ഫീൽ ചെയ്യണം എന്നില്ല, നമ്മളായാലും ശരി നമ്മുടെ പേരൻസിനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു സർട്ടൺ ഏജ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് വീടിനോടൊരു അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് അത് ഫ്ലാറ്റ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ, അത് എന്ത് രൂപത്തിലാണെന്നുള്ളതല്ല, സ്വന്തം അധ്വാനത്തിലൂടെ ഒരു മനുഷ്യൻ അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇമോഷണലി വല്ലാതെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫോർ ഹിം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വൈഫിനോ വേണ്ടിയിട്ടോ അല്ല, ഇറ്റ്സ് ഫോർ ജനറേഷൻസ്. ആ ഒരു പ്രൊഡക്റ്റ് മാത്രം നമുക്ക് ജനറേഷൻസിന് കൈമാറാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഇത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ആണ് എനിക്ക് പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് റിയൽ എസ്റ്റേറ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൈവച്ചത്. ഈ നവേര സിഗ്നേച്ചർ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പാൻഡമിക്കിന് ശേഷം ആ ഒരു പീരീഡിലല്ലേ? അന്നേരം എല്ലാം ഇൻഡസ്ട്രി മൊത്തത്തിലൊരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസ് ആണ്. അപ്പൊ ആ ഫേസിലാണ് നിങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതും. അപ്പൊ അതൊന്ന് ഒരു കാര്യം. പിന്നെ നിങ്ങൾ പുതിയ ആൾക്കാരാണ്, അത് രണ്ടാമത്തെ കാര്യം. അപ്പൊ നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇപ്പം രശ്മിയുടെ കുറെ ഐഡിയാസ് ഒക്കെ ഇൻപുട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും പബ്ലിക്കിനെയും ഈ ലോക്കൽസിനെ കൺവിൻസ് ചെയ്യാനും അവരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനും എന്തായാലും രാഹുൽ ഇതിന്റെ ഒരു സെല്ലിംഗ് ആ ഒരു റേറ്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ശരിക്കും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഇനിഷ്യൽ ടൈമിൽ പ്രൈസിന് വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇനിഷ്യൽ ടൈമിൽ പ്രൈസിന് വേരിയേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ബഡ്ജറ്റഡ് കാറ്റഗറിയിലാണ് പ്രൊജക്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 പ്രൊജക്റ്റുകളും ഞങ്ങൾ ലോഞ്ച് ചെയ്തിരുന്നത് ഒരു ബഡ്ജറ്റഡ് കാറ്റഗറിയിലുള്ള പ്രൊജക്റ്റുകളായിട്ട് തന്നെയാണ്
എടുത്തിരുന്നത്. കാരണം അത് അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കാരണം ഒന്ന് കോവിഡിന്റെ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത് നമുക്ക് ചിലപ്പം ഇനിഷ്യലി നടക്കുന്ന ഒരു 1, 2, 3 പ്രൊജക്റ്റുകൾ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. കാരണം പ്രൈസ് കോംപ്രമൈസ് ചെയ്താണ് നമ്മൾ എപ്പോഴും പോകുന്നതെങ്കിൽ നമുക്ക് ആ പ്രൈസ് കോംപ്രമൈസ് മറ്റെവിടെയെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരും. അതിന്റെ ചിലപ്പോൾ അത് ക്വാളിറ്റിയിലായിരിക്കാം, മെറ്റീരിയലിലായിരിക്കാം. ഈ ഒരു റിയലൈസേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രൈസ് കുറയ്ക്കുന്നത് നമ്മുടെ ക്വാളിറ്റി കുറയ്ക്കാനുള്ള ലൈസൻസ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരുന്നു. ബിസിനസ് നിൽക്കാൻ, ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയായിട്ട് മാത്രമേ നിങ്ങൾ അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്തു? അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമാണ്. ആക്ച്വലി അതിലൊരു പ്രോഫിറ്റ് എന്നുള്ള ഇതിലല്ല, അതിലൊരു പ്രൊഫൈൽ മേക്കിംഗ്, അതൊരു പ്രൊഫൈൽ മേക്കിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കണ്ടത്. ചേച്ചി അതിലെ അതിന്റെ ഒരു ഉത്തരം കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്ന് ഞാൻ 2 കാര്യങ്ങൾ പറയാം. അത് എങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ, ഒന്ന് ഞങ്ങളൊരു ബാക്ക്വേർഡ് ഇന്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു തേർഡ് പാർട്ടിയെ ആശ്രയിക്കാതെയാണ് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോകുന്നത്. കുറച്ച് ചെയ്യാൻ പറ്റും. 2 ഞങ്ങളൊരു സീറോ ഡെറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇനി നമുക്കൊന്ന് ബാക്കി സംസാരിക്കാം. യെസ്, തന്നെ ആദ്യം നമ്മുടെ ജിം ഒന്ന് പരിചയപ്പെടാം. ജിം ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ലോബി അധികം യൂസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചു. കാരണം പലപ്പോഴും നമ്മളൊരു ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആകെ സ്ട്രെച്ച് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഒരു ലോബിയിൽ ഗസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളത് പുറമേനാക്കിയത്. ഇതിന് 2 എൻട്രി ഉണ്ട്. ഒന്ന് ഇതുവഴി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ജിം. ഞങ്ങൾ ആക്ച്വലി ഹെൽത്ത് ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാർഡിയോ പോലുള്ള എക്സസൈസ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ്. എല്ലാം ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരാളെ സംബന്ധിച്ച് ഒരു പുറത്തൊരു ജിമ്മിൽ പോകണ്ട, ഇൻസൈഡിൽ തന്നെ മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ്. ഇല്ല, വെയിറ്റ് നമ്മൾ വെച്ചിട്ടില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ടാണ്. കാരണം കൂടുതലും ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് മസിൽസിന് വേണ്ടിയിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്. അവർ ആക്ച്വലി അവരുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത്തരം എക്യുപ്മെന്റിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. യെസ്, ഇനി നമ്മൾ അടുത്ത കോമൺ ഏരിയ വരും. അവിടെ പ്ലേ ഏരിയ യെസ്, അത് നേരെ കാണുന്നത് പ്ലേ ഏരിയ ആണ്. അതിനോടൊപ്പം തന്നെ പേരൻസിന് ഇരിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേരൻസിന് സൈഡിൽ നിന്ന് ഇരുന്ന് നോക്കാൻ പറ്റും. യെസ്, വരും. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഈ പ്രൊജക്ട് ആക്ച്വലി സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ ആണ് വരും. ഇല്ല, ആക്ച്വലി 2024 ഇതിന്റെ കൺസ്ട്രക്ഷൻ ഫുള്ള് അതായത് ഈ പ്രൊജക്ടിൽ താമസിക്കുന്ന കസ്റ്റമേഴ്സ് ഒരാൾക്ക് പോലും ഇൻഡിവിജ്വൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുന്നാണ് ഗ്യാസ് കണക്ഷൻ. ഇതൊരു ഗ്യാസ് ചേംബർ ആണ്. ഇവിടുന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ അപ്പാർട്ട്മെന്റിന്റെ ഇൻസൈഡിലേക്ക് പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ട്. നമുക്ക് അത് യൂസ് ചെയ്താൽ മതി. അപ്പൊ മന്ത്ലി അവർക്കൊരു ബില്ല് വരും. അത്യാവശ്യം ഇപ്പൊ നിലവിൽ താമസിക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രം, ഒരു 30 മെമ്പേഴ്സ് ഒക്കെ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം പുറത്തുള്ള ആളുകളൊക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പക്ഷെ എല്ലാം തന്നെ ഇപ്പൊ ഫുള്ളി സോൾഡ് ഔട്ട് ആണെങ്കിൽ എല്ലാം അവരായിട്ടും കുറെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫ്ലാറ്റിനെ നിങ്ങൾ സെല്ല് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോയോ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാവും. അത് കാണിച്ചു തരാം. അത് ഞങ്ങളുടെ ഇതൊരു കോവർക്കിംഗ് സ്പേസ് ആണ്. കോവർക്കിംഗ് സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ പല ആളുകളെ സംബന്ധിച്ചും ഹൈബ്രിഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്യാം. അപ്പോ ഇങ്ങനത്തെ ഒരു സ്പേസ് ആക്ച്വലി നമ്മുടെ എൻട്രൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഇത് മോഡിഫൈ ചെയ്ത ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ ലോബി നിൽക്കുന്നത്. പണ്ട് ഇത്ര സ്പേഷ്യസ് ആയിരുന്നില്ല, പിന്നീട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഈ ഒരു സൈഡ്, ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു ഡോറൊക്കെ അന്ന്. കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു അന്ന്. ആക്ച്വലി ഇതൊരു റീഡിംഗ് സ്പേസ് ആയിട്ടും കൂടിയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 2 ഉപയോഗമാണ്. ഒന്നെങ്കിൽ സ്വസ്ഥമായിട്ട് ആരും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ്. അതല്ല, ഒരു കസ്റ്റമർക്ക്
വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് തനിയെ വന്നിരുന്ന് വർക്ക് ജോലി ചെയ്യണം. ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതും വീട്ടിൽ ഫുൾ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അതെ, പഠിക്കാൻ സമാധാനായിട്ട് സമയമില്ലെന്നുണ്ടെങ്കിൽ ആ, വീട്ടിൽ ഇവിടെ പഠിപ്പിക്കാം. ഇതിൽ മറ്റൊരു പർപ്പസും കൂടി ഉണ്ട്. വേണമെങ്കിൽ ട്യൂഷൻ ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി. ഫെസിലിറ്റിയും കൂടി ആയി. That's nice. Okay. എന്നാൽ നമുക്ക് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന പൂള ഇനി നേരെ ടെറസ് പോയി കാണാം. അത് കഴിയുമ്പോ എനിക്ക് നിങ്ങളുടെ ഒരു ഫ്ലാറ്റും കാണിച്ചു തീർച്ചയായിട്ടും കാണിച്ചു. വരും. ഓക്കെ. ഇനി നിങ്ങള് ഇത്രയും ഇതായിട്ട് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ലിഫ്റ്റിനുണ്ട് പ്രത്യേകത. ഇത് ആക്ച്വലി 1.75 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ സ്പീഡ്. ഇപ്പൊ ഇത് 10th ഫ്ലോർ എത്തി. എത്ര പെട്ടെന്ന് എത്തി. സ്പീഡ് ഭയങ്കര കൂടുതൽ. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വളരെ ഇഷ്ടമാണ്. കാരണം ലിഫ്റ്റ് ആവുമ്പോൾ നമുക്ക് സ്പീഡ് വേണം. അതെ. അപ്പൊ ആ ഒരു പോയിന്റിൽ പൊതുവെ ആൾക്കാർക്ക് ഇപ്പൊ പേഷ്യൻസ് ഇല്ലല്ലോ, എത്രയും പെട്ടെന്നല്ല പെട്ടെന്ന് പോകുന്നത്. നമുക്ക് ഇതുവഴി കയറാം. അപ്പൊ ഈ ഒരു ഫ്ലോറിൽ എത്ര ഫ്ലാറ്റ്സാ? 6 അപ്പാർട്ട്മെന്റ്. അപ്പൊ 6 എന്ന് പറയുന്നത് മിക്സ് ഓഫ് 1, 2, 3 ആണോ? 1 BHK ഒരെണ്ണം ഉണ്ട്, 2 3 BHK അപ്പാർട്ട്മെന്റ് ഉണ്ട്. ബാലൻസ് ഉള്ളതെല്ലാം 2 BHK അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇപ്പൊ ഇവിടെയൊക്കെ എന്താ പല തരത്തിലുള്ള ഫാമിലിയിലാണല്ലോ, അവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു ഡ്രീം ഹോമാണ്, എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കോമൺ ഫെസിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രക്ചർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പല ഫാമിലീസിൽ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നിങ്ങൾ എങ്ങനെ ക്ലയൻസിന്റെ ആ ഒരു ഡീലിംഗിലൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടോ? കാരണം ഇനിഷ്യൽ ടൈമിൽ തന്നെ കൃത്യമായി എല്ലാവർക്കും അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ്. ഇത് വെറുതെ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യല്ല. ബേസിക്കലി ഒരു കസ്റ്റമർക്ക് സെല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കേണ്ടത്, അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വരുന്നത്, അത് അവർക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അവരുടെ കോമൺ റൈറ്റ്സ് എന്താണ്, ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇതുവരെ നമുക്ക് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഒപ്പീനിയൻ ആയാലും ശരി, അങ്ങനെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് അങ്ങനെ വന്നിട്ടില്ല. സാധാരണ ഇത് ഞാൻ ആദ്യം കാണാം, പൂൾ സൈഡിലും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെറസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കണു, എന്നിട്ട് ഇവിടെയും സിറ്റിംഗ് ഏരിയ. പിള്ളേരെ വേണമെങ്കിൽ അവിടെ കളിപ്പിക്കാൻ വിട്ടിട്ട് ഇവിടെ വന്ന് ആക്ച്വലി എനിക്കായാലും രശ്മിക്കായാലും വളരെ ഇഷ്ടമാണ് നിലത്തിരിക്കാൻ. അപ്പോ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു ടെറസ്, പലപ്പോഴും നമ്മൾ അപ്പാർട്ട്മെന്റ് പ്രൊജക്ടിന്റെ ടെറസ് ഏരിയ ചെല്ലുമ്പോൾ നമുക്ക് അത് അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്താറുള്ളത്. അപ്പൊ ഒരു യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും അവർക്ക് മാറ്റ് യൂസ് ചെയ്യാതെ ഇവിടെ ഇരിക്കാം. അതുകൊണ്ടാണ് എൻ്റയർ ഏരിയ ഞങ്ങള് ടൈൽ യൂസ് ചെയ്തിട്ട്, ടൈല് മാത്രമല്ല ഈ ടൈലിനോടൊപ്പം ഇതിനകത്ത് എപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോക്സി ഫിൽ ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാംനെസ് കുറയ്ക്കാൻ, അത് പറഞ്ഞ പോലെ താഴത്തെ യൂണിറ്റ്സിലൊന്നും ഈ വെള്ളം പോവാതെ ഇരിക്കാനുള്ള വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്സ് എല്ലാം ചെയ്തിട്ടേക്കുന്നത്. നിങ്ങൾ എന്താ പറയാ, ഇത് ഫസ്റ്റ് ചെയ്തപ്പോ തന്നെ നിങ്ങളുടെ അറിവിലും ഏറ്റവും ബെസ്റ്റിലുമാണ് നിങ്ങൾ ഇത് ചെയ്തത്. പക്ഷെ ഇപ്പൊ തൊട്ട് മുന്നേ രാഹുൽ പറഞ്ഞ പോലെ ഓരോ പ്രൊജക്റ്റിൽ നിന്ന് അടുത്തടുത്ത പ്രൊജക്റ്റിലേക്ക് പോയപ്പോൾ നിങ്ങളും പലതും പഠിച്ചിട്ടുണ്ടാവും, പലതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഫസ്റ്റ് പ്രൊജക്റ്റിൽ നിന്നും ഇപ്പത്തെ നിങ്ങളുടെ വരാൻ പോകുന്ന 6th പ്രൊജക്റ്റിലേക്ക് എത്തുമ്പോഴുള്ള ഇതിനകത്തെക്കാട്ടിലും എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എമ്യൂണിറ്റീസ് ആയിരിക്കും ആ 6th കൂടുന്നുണ്ടാവുക? ഓക്കെ, ഇപ്പം ചെയ്യുന്ന പ്രൊജക്ടുകളെല്ലാം ഓൾറെഡി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന അതേ കാര്യം തന്നെയാണ്. ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളെല്ലാം മിക്കതും നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറവായിരിക്കും. അതായത് ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റ്, ആ ഒരു കോൺസെപ്റ്റിലേക്കായിരിക്കും ഇനിയും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, കാരണം പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇനിയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തന്നെയല്ല, ഇനിയുള്ള കാലത്ത് ലക്ഷറി എന്ന് പറയുന്ന എക്സ്ക്ലൂസിവിറ്റിയാണ്. അത് നമ്പർ ഓഫ് യൂണിറ്റ്സ്, പ്രത്യേകിച്ച് ഒരു അപ്പാർട്ട്മെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, ആ അപ്പാർട്ട്മെന്റിനകത്ത് 70 അപ്പാർട്ട്മെന്റ്, സോറി, ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, 70 അപ്പാർട്ട്മെന്റ് ഉണ്ട്, 80 അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവർക്കെല്ലാം ഉപയോഗിക്കാൻ കോമൺ ഫെസിലിറ്റി ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു ജിമ്മ്. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറച്ചുകൊണ്ട് ഈ ഫെസിലിറ്റീസ് എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വേണം പ്രൊജക്ട് കൊടുക്കാൻ. അപ്പോ ഇനിയുള്ള പ്രൊജക്ടുകൾ കൂടുതലും എക്സ്ക്ലൂസിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പ്രൊജക്ടുകളാണ്. സസ്റ്റൈനബിലിറ്റി, മാക്സിമം വെന്റിലേഷൻ, അതായത് പരമാവധി വലിയ ബാൽക്കണികൾ, അതുപോലെ തന്നെ ഓരോ വീടിനകത്തും പ്ലാന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന പ്രൊജക്ടുകളാണ് ഇനിയും വരാൻ പോകുന്നതല്ല. ഇതൊരു റൂഫ് ടോപ്പിൽ ഒരു പാർട്ടി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താനായിട്ടുള്ള ഒരു സ്പേസ്. ഇവിടെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാം, നിലത്തിരിക്കാം, അത്രയും നീറ്റ് ആയിട്ടാണ്. ഈ ഏരിയ ഒക്കെ നിങ്ങൾ ഡെയിലി ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ എന്തൊരു ഭംഗിയാണിത്, എന്ത് രസമാണ്. വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നിപ്പോ നമ്മള് മഴയും കൂടെ നല്ല ക്ലൈമറ്റിലാണ്, നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു വേറൊരു ഫീല് തന്നെ.
പിന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ആ സൈഡിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു സിറ്റി വ്യൂവും ഇവിടെ നല്ല മലനിരകളും രണ്ട് ലുക്കിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇത്ര ഹൈറ്റിൽ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്, കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാലും ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല. യെസ്, 4 സൈഡിലും അതിന് കൃത്യമായിട്ടുള്ള ഹൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികളെ കൊണ്ട് വരാം. ചെറിയ പാർട്ടി, ഇപ്പൊ ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താം. യെസ്, ഇത് നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റ് ഫർണിഷ് ചെയ്യാത്തൊരു അപ്പാർട്ട്മെന്റ് ആണ്. മിക്ക യൂണിറ്റ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയതുകൊണ്ട് മിക്കതും കസ്റ്റമേഴ്സ് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ അപ്പാർട്ട്മെന്റ് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആക്ച്വൽ ആസിറ്റീസ് എന്താണ്, ഇതില് ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല കസ്റ്റമർ. അപ്പൊ ഇതൊക്കെ കസ്റ്റമറുടെ സ്കോപ്പിൽ വരുന്നതാണ്. ലൈറ്റ്, ഇന്റീരിയർ ഒക്കെ കസ്റ്റമറുടെ സ്കോപ്പിൽ വരുന്നതാണ്. അപ്പൊ ഇത് 3 BHK അപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ സൈസ് 1250 സ്ക്വയർ ഫീറ്റ്. യെസ്, ഇതില് 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. യെസ്, ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമൈസേഷൻ, ഈ ഫ്ലാറ്റിലെ കുറച്ച് കസ്റ്റമൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ആക്ച്വലി വാഷ് ഏരിയ ഒക്കെ അകത്താണ് വരുന്നത്. കസ്റ്റമർ ഇഷ്ടപ്രകാരം അത് ബാൽക്കണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും ആക്ച്വലി ടോയ്ലറ്റ് ബാൽക്കണിയിൽ നിന്നുള്ളതല്ല, അതും കസ്റ്റമൈസേഷന്റെ ഭാഗമായിട്ട് ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. പക്ഷേ കസ്റ്റമൈസേഷൻ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ കൺസ്ട്രക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കണം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റം വരത്തുള്ളൂ. പിന്നെ തന്നെ സ്ട്രക്ചറിന് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ബീം, കോളം അതൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പൊ അണ്ടർ കൺസ്ട്രക്ഷൻ കാറ്റഗറിയിൽ ബുക്ക് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് ആണ് അതൊക്കെ. ഇനി ബെഡ്റൂംസ് കാണാമോ? ബെഡ്റൂം ആൻഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. യെസ്, കാരണം അവർ ഇന്റീരിയറിന്റെ വർക്കിന് വേണ്ടിയിട്ട് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. ടോയ്ലറ്റ്, പിന്നെ ടോയ്ലറ്റ്സിന് ഡോർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഹൈറ്റ്, എന്റെ ഒരു ഹൈറ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇത്രയും ഒരു ഹൈറ്റ് ഈവൻ ടോയ്ലറ്റിന്റെ ഡോർസിന് പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ്, ബാത്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ, ഓക്കെ. അതിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്. 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. യെസ് യെസ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. രാഹുൽ, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് കൂടെ ഒന്ന് പറയൂ. ഡെയിലി കളക്ഷൻ ഉണ്ടോ, എങ്ങനെയാ? ഞങ്ങൾ ആക്ച്വലി ഇൻസൈഡിൽ, അപ്പാർട്ട്മെന്റ് ഇൻസൈഡിൽ ഒരു രീതിയിലുള്ള വേസ്റ്റും ഞങ്ങൾ മാനേജ് ചെയ്യുന്നില്ല. സംസ്കരിക്കുന്നില്ല. അതായത് സംസ്കരിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്, ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരിത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഡെയിലി പ്രോസസ് ആണ് അത്. അത് ഈവൻ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ, അത് ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി അതൊരു സംസ്കരണ പ്ലാന്റിൽ പോയിട്ടാണ് അതിനെ പ്രോസസ് ചെയ്യുന്നത്. അല്ല, സാധാരണ അപ്പാർട്ട്മെന്റ് ഇൻസൈഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ വരുന്ന സമയത്ത് അത് പലപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ സ്മെല്ല് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇൻസൈഡിൽ ചെയ്യാണ്ട് എല്ലാം ഏജൻസീസ്. അങ്ങനെ നമ്മൾ നവേര സിഗ്നേച്ചറിന്റെ സ്പെഷ്യാലിറ്റി എല്ലാം കണ്ടു. ഇവിടെ വന്ന് നിന്നപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. നോക്കുക, സെക്യൂരിറ്റിയുടെ റൂം സാധാരണ ഫ്ലാറ്റിൽ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും വലുപ്പമുള്ള ഒരു റൂം, ഒരു ഹട്ട് തന്നെ. അതിന്റെ ലുക്ക് തന്നെ കണ്ടോ? അതെന്താ രാഹുൽ? അതും ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണോ, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ? അതിന്റെ പിന്നിലത്തെ ഇന്റൻഷൻ എന്താ? പൊതുവെ നമ്മൾ ഏത് ബിൽഡിങ്ങിൽ ചെന്നാലും സെക്യൂരിറ്റി ക്യാബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു സ്പേസ് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു മനുഷ്യന് ശരിക്കും നിന്ന് തിരിയാനുള്ള സ്പേസ് പോലും ഉണ്ടാവില്ല. ശരിക്കും അവരാണ് നമ്മളുടെ ഹെൽത്തിനും നമ്മുടെ സേഫ്റ്റി ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്കുള്ള പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് എല്ലാ സൈഡിലേക്കും ഒരു അതോറിറ്റി ആണത്. അതൊരു അതോറിറ്റി പോലെ അവർക്ക് അവിടെ നിന്നിട്ട് എല്ലാ ലൊക്കേഷൻസും കാണാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ അത്ര ഹൈറ്റ് കൊടുത്തത്. പിന്നെ അതിന് ചുറ്റിനും ഗ്ലാസ് കൊടുത്ത് അത്രയും സ്പേസ് കൊടുത്തത് അവർക്കൊരു കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അതിനകത്ത് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. കുറച്ച് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ആ ഗേറ്റ് തുറന്ന് ഫസ്റ്റ് കയറി വരുന്ന കാണുന്നത് അവരുടെ ഫേസ് ആണ്. അപ്പൊ ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് തോന്നണം ഇൻസൈഡിലേക്ക് വരാനും. കാരണം അവരാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി എവിടെ കൊണ്ടുവന്നിടണം, നമ്മുടെ വണ്ടി സംരക്ഷിക്കുന്നത് മുതൽ നമ്മളെ സംരക്ഷിക്കുന്നത് വരെ അവരാണ്. അപ്പൊ അവർക്കുള്ള ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബേസിക്
ഒരു കേർട്ടസിയാണ്. റിയലി ഗുഡ്. അപ്പൊ ഇതും മൊത്തം CCTV കവറേജ് ഫുൾ ഉണ്ടാവും. 24/7 സർവൈലൻസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ എല്ലാ മുക്കും മൂലയും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വിഷ്വൽസ് കിട്ടുന്നതും ക്യാബിന്റെ ഇൻസൈഡിൽ തന്നെ, സെക്യൂരിറ്റി ക്യാബിന്റെ ഇൻസൈഡിൽ തന്നെ കിട്ടുന്നുമുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ 2024 ഓപ്പൺ ആയ ഈ നവേര സിഗ്നേച്ചർ ഇന്നിപ്പോ വന്ന് 26ലേക്ക് നിൽക്കുമ്പോൾ 6th പ്രൊജക്ടിന്റെ വേർഡ് അതും കൂടെ നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം ഞാനിപ്പോ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാം ഇൻ ആൻഡ് ഔട്ട് തൃശ്ശൂർ ഏരിയയിലാണ്. നിങ്ങൾ എന്താ ഞങ്ങളുടെ കൊച്ചിയിലേക്കും അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കും തൃശ്ശൂർ മാത്രമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? അങ്ങനെയല്ല, ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ മറ്റ് ലൊക്കേഷൻസിലേക്ക് വരുന്നുണ്ട്. യെസ്, ഉണ്ടാവും എക്സ്പാൻഷന്റെ ഭാഗമായിട്ട്. പക്ഷെ നമ്മൾ എവിടെയാണോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ആദ്യം ഒരു സിസ്റ്റം ഫോം ചെയ്ത് അവിടുന്ന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പൊ ഇത് വളരെ ഈസിയാണ്, കൺവീനിയന്റ് ആണ്. നമ്മുടെ ഓഫീസ് ഇവിടെയാണ്, നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിലൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനും ഒരു 2-3 പ്രൊജക്ടുകൾ കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് അടുത്തടുത്ത പ്രൊജക്ടുകൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് ഒരു അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് മാറാൻ. മോസ്റ്റ് പ്രോബ്ലി കൊച്ചി തന്നെ ആയിരിക്കും. ഓക്കെ. ഇത്രയും നല്ല സിസ്റ്റമാറ്റിക് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രാഹുൽ, രശ്മി, നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും ഒരു അടുത്തൊരു നെക്സ്റ്റ് 5 years അല്ലെ 10 years നിങ്ങളുടെ നവേരയുടെ ഒരു ഗ്രോത്ത് എവിടെയായിരിക്കും, ഫൽഗുനിയുടെ ഒരു ഗ്രോത്ത് എവിടെയായിരിക്കും? ഐ എം ഷുവർ നിങ്ങൾ അത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു ഓട്ടത്തിലാണ് നിങ്ങളുടെ. പറയാൻ പറ്റുമെങ്കിൽ പറയൂ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു 5 years നിങ്ങളെ കാണുന്നത്? നെക്സ്റ്റ് ഒരു 5 years കൊണ്ട് ഹൈലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി ബാക്ക്വേർഡ് ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ തന്നെ ഒരു 90% ഞങ്ങൾ ബാക്ക്വേർഡ് ഇന്റഗ്രേഷനിലുള്ളൂ. അതൊരു 100%ലേക്ക് എത്തിക്കുക. 2, 100% സസ്റ്റൈനബിൾ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് മാത്രം സെല് ചെയ്യുന്ന ഒരു ബിൽഡറായി മാറുക. യുണീക്നെസ്, അതായത് നമുക്കൊരു കോമ്പറ്റീഷൻ, ഇന്നിപ്പോ തൃശ്ശൂർ മാർക്കറ്റിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള കോമ്പറ്റീഷൻസ് വളരെ കുറവാണ്. കാരണം ഞങ്ങളുടെ വേറൊരു സെഗ്മെന്റ് ആണ്. വേറൊരു ബിൽഡർ, ഇപ്പൊ നമ്മൾ ചോദിച്ച പോലെ 30 years ആയിട്ടുള്ള ഒരു ബിൽഡറുമായിട്ടോ 25 years ആയിട്ട് ബിൽഡറുമായിട്ടൊരു കമ്പാരിസൺ ഇല്ല. കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റും ഞങ്ങളുടെ സെഗ്മെന്റ് ഡിഫറെന്റ് ആണ്. അപ്പോ അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് അതില് ഫോക്കസ് ചെയ്ത് അതിൽ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഫൽഗുനി ഓൾറെഡി സസ്റ്റൈനബിൾ ഫാഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കൂടുതൽ ഇങ്ങനത്തെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ ജനറേഷൻസ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ഇങ്ങനത്തെ കൈത്തറി, കൈകൊണ്ട് ചെയ്യുന്ന വേലകളെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക, കൂടുതൽ നമ്മളൊരു ബ്രിഡ്ജ് പോലെ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തുക, അതിനെ കൂടുതൽ ജനകീയമാക്കുക. അതാണ് ഫൽഗുനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ബ്യൂട്ടിഫുൾ ഇന്റൻഷനോട് കൂടി ഇവര് ചെയ്യുന്ന ഈ കപ്പിൾ ചെയ്യുന്ന ഈ ഒരു പ്രോജക്ട് 0 ഡെറ്റിൽ പോണു. എത്രയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പ്രൊജക്ടുകൾ, അത് എല്ലാ അർത്ഥത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും നമുക്ക് താമസിക്കാൻ നല്ലൊരു വീട്, അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ടൊരു വീടും, അതേപോലെ ഒരു ക്ലോതിങ് സെന്ററും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് സെക്ടറിലേക്കും കൂടെ ഒക്കെ നിങ്ങൾ ഇനി ഇതുപോലെ ഇതൊക്കെ ആദ്യം ഒന്ന് സെറ്റ് ആവട്ടെ, പിന്നെ ഭക്ഷണം അതിലേക്കൊക്കെ എത്തട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഫൽഗുണിനെ എത്രത്തോളം എനിക്ക് അടുത്തറിയാം, അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളിലേക്ക് ഞാൻ നവേരയും എത്തിച്ചിരിക്കുകയാണ്. ഇവരുടെ ബാക്കിലുള്ള ഒരു ഇന്റൻഷൻ അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.